ഹായ് ഓൾ, വെൽക്കം ടു CC Plus. ഞാൻ അനന്തു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മാത്സിൽ കുറച്ച് ടഫാണ് എങ്കിലും എളുപ്പമാണ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് LCM, ലസാഗു എന്ന് പറയും അല്ലേ. എല്ലാവരും LCM കാണാനായിട്ട് 2-3 മെത്തേഡ് യൂസ് ചെയ്യുന്നു, പിന്നെ ട്രിക്ക് യൂസ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് സ്കൂളിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ടാണ്, ഘടകക്രിയ വെച്ചിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ, മലയാളം മീഡിയത്തിന് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് അതിനകത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. നോക്കിയേ, LCM ലസാഗു എന്ന് പറയും. പ്രൈം ഫാക്ടറൈസേഷൻ ബൈ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഘടകക്രിയ, അഭാജ്യ സംഖ്യകൾ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് നമ്മൾ ഘടകക്രിയ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രൈം നമ്പേഴ്സ്. എന്താ പ്രൈം നമ്പേഴ്സ്? എന്താ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്? എന്താ, ഒരു സംഖ്യ 2 എടുക്കുവാണെങ്കിൽ ഈ 2ഉം 1ഉം മാത്രം ഫാക്ടേഴ്സ് ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യകളെയാണ് നമ്മൾ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത് കേട്ടോ. എന്താ 2? ഇപ്പൊ 2 എടുക്കുവാണെങ്കിൽ 1 × 2, 2 × 1 അതല്ലേ ഉള്ളൂ. വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഡിജിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? അഭാജ്യ സംഖ്യകൾ, പ്രൈം നമ്പേഴ്സ് എന്ന് പറയും. ഇപ്പൊ 2 എടുക്കാം നമുക്ക്. 3ക്ക് വേറെ ഉണ്ടോ? ഇല്ലല്ലോ. 3യും 1ഉം മാത്രമല്ലേ ഉള്ളൂ. 5 എടുക്കുവാണ്. 5നാണെങ്കിലോ 1ഉം 5ഉം മാത്രമേ ഉള്ളൂ. ഇനി 4 എടുത്ത് നോക്കാം. 4 എടുക്കുവാണെങ്കിലോ 2 × 2 4 ആണ്. അതേപോലെ 1 × 4 4 ആണ്. 4 × 1. അപ്പം എന്തൊക്കെയുണ്ട്? 1ഉം 2ഉം 4ഉം ഉണ്ട്. അപ്പൊ ഇവിടെ എന്തുണ്ട്? 2ൽ കൂടുതൽ, 1ഉം 2ഉം അല്ല, അത് കൂടാതെ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. സോ അതെന്താ? അഭാജ്യ സംഖ്യ അല്ല. 2, 3, 5 ഇങ്ങനെ പോവും. 2, 3, 5, 7. 7 നോക്കിക്കേ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ചിലപ്പോൾ 9 എഴുതും. 9 എഴുതരുത്. 9 എഴുതരുന്നതിന് കാരണം എന്താ? നമുക്ക് 3 ഉണ്ട്, 9 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്, 1 വരുന്നുണ്ട് അല്ലേ. നോക്കി, 3 × 3 നമുക്ക് 9 വരും, 1 × 9ഉം 9 വരും അല്ലേ. അപ്പൊ 1 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ 3 ഫാക്ടേഴ്സ് വരുന്നുണ്ട്, 3 ഘടകങ്ങൾ വരുന്നുണ്ട്. സോ നമുക്കത് പറ്റത്തില്ല. അപ്പൊ നമുക്ക് നമ്മുടെ പ്രൈം നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? LCM കാണാൻ 2, 3, 5, 7 ഇവരെയൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ നമ്മൾ ഇത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, ഫൈൻഡ് ദ LCM ഓഫ് 4, 6. നമ്മളോട് ചോദിക്കുക 4, 6 4ന്റെയും 6ന്റെയും ലസാഗു കണ്ടെത്തുക എന്നതായിരിക്കും നമുക്ക് മലയാളം മീഡിയത്തിൽ ക്വസ്റ്റ്യൻ വരിക. ഫൈൻഡ് ദ LCM, ലസാഗു എന്ന് പറയും. ഓക്കെ, അപ്പൊ 4, 6 ഇത് രണ്ടും എഴുതി ഇങ്ങനെ വരയ്ക്കണം. ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കണം, ഒരു L വരച്ചേക്കണം കേട്ടോ. എന്നിട്ട് വേണം എന്തെഴുതാൻ? 4, 6 എന്ന് എഴുതാൻ. ഇനി നിങ്ങൾ ഇവിടെ ആദ്യം നോക്കേണ്ടത് ഇതിനെ 2 വെച്ചിട്ട് ചെയ്യും. നമ്മുടെ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെ? 2, 3, 5, 7. ഈ നമ്പേഴ്സിനെ രണ്ടും 2 വെച്ചിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? എക്സാക്ട്ലി ഡിവിസിബിൾ ആണോ? അതെ അല്ലേ, 2 വെച്ചിട്ട് ചെയ്യാൻ പറ്റും. സോ നമ്മൾ 2 എഴുതുന്നു. അപ്പൊ എന്താ? ഈ 2 × 2 ആണ് എന്ത് വരുന്നത്? 4 വരുന്നത്. അതേപോലെ 6 വെച്ചിട്ട് പറ്റുമല്ലോ. 3 × 2 ആണ് എന്ത് വരിക? 6 വരിക. ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ചെയ്യാം. ഇവിടെ നമുക്ക് 2 വെച്ച് ചെയ്താൽ എന്താവും? 1 × 2. 3 പറ്റത്തില്ല, അപ്പൊ അങ്ങനെ തന്നെ എഴുതുക. ദേ പിന്നീട് നമ്മൾ 3 എഴുതുന്നു, 1, 1. വേണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് വെച്ചിട്ടേ നിർത്താം. ഇല്ലെങ്കിൽ നിങ്ങൾ 1, 1 ഡൗട്ട് ആണെങ്കിൽ 1, 1 കാണുന്നത് വരെ ചെയ്തോ, കുഴപ്പമില്ല. ഈ സ്റ്റെപ്പ് വെച്ചിട്ട് വരെ വേണമെങ്കിൽ ചെയ്യാം. കാരണം നമുക്ക് എൻഡിൽ വരേണ്ടത് എന്താണ്? 1, 1 വരും. എൻഡിൽ 1, 1 വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയും ചെയ്ത് നിർത്താം. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ LCM എന്ന് പറഞ്ഞാൽ ഇനിയാണ് ചെയ്യണം. നോക്കിക്കേ, ഈ 2 × രണ്ടാമത്തെ 2 അതേപോലെ 3. ഇപ്പൊ 2 × 2 എത്രയാ വരുന്നത്? 4 വരും അല്ലേ. അപ്പൊ 4 × 3 എത്രയാ? 12. അപ്പൊ 4ന്റെയും 6ന്റെയും LCM എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാന്ന് പറയും? 12 എന്ന് പറയും. അപ്പൊ ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? LCM കാണാനായിട്ട്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്, ഘടകക്രിയ വെച്ചിട്ട് നമുക്ക് വരുന്ന അഭാജ്യ സംഖ്യകളുടെ ഘടകക്രിയ വെച്ചിട്ട് വരുന്നതാണ് എന്ത്? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് നോക്കാം. 12, 16 ലസാഗു കണ്ടെത്തോ? ഏതിന്റെയൊക്കെ? 12, 16. ഇതേപോലെ L വരയ്ക്കുക. 2ൽ പോകുമോ നോക്കാം. നമുക്ക് എഴുതി വെക്കാം. 2, 3, 5, 7 ഒക്കെ എഴുതി വെച്ചു. അപ്പൊ നോക്കിയേ, 12, 16 2ൽ പോകും അല്ലെ. 6 2s are 12 ആണ്. അതേപോലെ 16 വരുമ്പോൾ 8 × 2 നമുക്ക് എന്തെന്ന് വരും? 16 എന്ന് വരും. പിന്നെ നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ പറ്റും? 2 വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലേ? നോക്കിയേ, 2 വെച്ച് ചെയ്യുമ്പോൾ 3 2s are 6, 4 2s are 8. പിന്നെ നമുക്ക് 2 വെച്ചിട്ട് ചെയ്യാലോ, 4 ഉണ്ടല്ലോ. 3 അങ്ങനെ തന്നെ എടുത്ത് എഴുതുക.
2 ഇൻറ്റു 2 4 എന്ന് വരും. ഇനി നമുക്ക് വേണമെങ്കിൽ 3യും 2 ഇട്ട് തന്നെ ചെയ്യാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, LCM ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്തെന്ന് എഴുതാം നമുക്ക്, 2 ഇൻറ്റു 2 ഈ 3യും 2യും കൂടെ ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് വരും. ഇപ്പൊ നോക്കിക്കേ, 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 3 വരും, ഇൻറ്റു 2 വരും അല്ലേ, 24 ഇൻറ്റു 2 വരും. സോ ആൻസർ എന്തായിരിക്കും, 48. അപ്പൊ നമുക്ക് LCM എന്ന് പറഞ്ഞ് കിട്ടുന്നത് എത്രയാ, 48. ഈ ഡിവിഷൻ സാറൊക്കെ പറയുന്ന പോലെ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 3 24, 24 ഇൻറ്റു 2 ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇതേപോലെ ചെയ്ത് തന്നെ ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് LCM തെറ്റി നമുക്ക് പല പ്രോബ്ലംസും പിന്നെ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഫ്രാക്ഷൻസിൽ മിക്കവാറും വരുന്നത് എങ്ങനെയായിരിക്കും, +20/16 ഈസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരിക. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ LCM തെറ്റിച്ച് കളഞ്ഞാൽ നമുക്ക് മുകളിലുള്ള ആൾക്കാർ മൊത്തത്തിൽ തെറ്റും, ആ പ്രോബ്ലം നമുക്ക് മൊത്തത്തിൽ ചെയ്യാൻ പറ്റത്തില്ല LCM. അപ്പോൾ നമ്മൾ റോങ് മെത്തേഡിൽ ചെയ്താൽ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാവും. നിങ്ങൾ തെറ്റിക്കുമെന്ന് അവർക്കറിയാം, അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഓപ്ഷൻസ് നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പം അത് അങ്ങനത്തെ തെറ്റ് വരുത്തരുത് കേട്ടോ. അപ്പം ഇതിൻ്റെ ആൻസർ 48. അപ്പം എല്ലാവരും ഈ പോസ്റ്റർ കണ്ടല്ലോ, 2024 മിടുക്കന്മാരും മിടുക്കികളുമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ എന്താ പറയുക, തൊട്ട് മുകളിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരൊക്കെയാണ്. ഇവർ നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് എന്ത് വന്നത്, ഇതേപോലെ ഈ പ്രാവശ്യം സ്കൂൾ തുറന്നു, നവോദയ സ്കൂളുകളിൽ പോകാൻ പറ്റിയത്. അടിപൊളിയാണെന്നാണ് അവർ പറഞ്ഞത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏറ്റവും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഒന്ന് LCM കാണാൻ പഠിച്ചു, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ LCM കാണാൻ പഠിച്ചു. നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോൾ, മീൻസ് നമ്മുടെ ഓണം എക്സാം ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ഇതങ്ങ് നോക്കാതിരുന്നാൽ എന്താ പറ്റുന്നത്, ഈ LCM കാണുന്ന ടെക്നിക്കും എന്തൊക്കെയാണ് അതിന് ട്രിക്ക് ഉള്ളത് ഇതെല്ലാം നമ്മളങ്ങ് മറന്നുപോകും. അപ്പോൾ എന്ത് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് വർക്കൗട്ട് ചെയ്യണം. ഇവരെല്ലാം എന്താ ചെയ്തുകൊണ്ടിരുന്നത്, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു, സമയം കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യും. ഇനി വെക്കേഷൻസ് ഒക്കെ വരുവാണെങ്കിൽ തന്നെ അവർ ആ ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് എന്താ അവർ ഈ റിസൾട്ട് എത്തിയത്. അപ്പം നിങ്ങളും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ നല്ല രീതിയിൽ ജയിക്കാൻ പറ്റും, നല്ല മാർക്കോടെ നല്ല റാങ്കിൽ കയറി വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ബാച്ച് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബോർഡ് നമ്പർ ആയിട്ടുള്ള 9496949929 വിളിച്ച് എൻക്വയറി എടുക്കണം കേട്ടോ. എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് ആപ്പിലെ ക്ലാസ്സസ് ഒക്കെ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം. ഇനി ഞാനൊക്കെ ആയിട്ട് ടീച്ചേഴ്സായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതും അവരോട് പറഞ്ഞാൽ മതി, അവർ അതിനുള്ള ഏർപ്പാട് ചെയ്തു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിയേ, 12, 18, 24 ഫൈൻഡ് ദ LCM ഓഫ് 12, 18, 24. നമുക്ക് മലയാളത്തിൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ 12, 18, 24ന്റെ ലസാഗു കണ്ടെത്തുക എന്നും പറഞ്ഞിട്ടായിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ 12 നമ്മൾ നേരത്തെ 2 ഡിജിറ്റ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പൊ 2 ഡിജിറ്റ് അല്ല, നമുക്ക് 2 സെറ്റ് വെച്ചിട്ടുള്ളതാണ് ചെയ്യുന്നത്. 3 നമ്പേഴ്സ് ഉണ്ട്, 12, 18, 24. നമ്മുടെ സെയിം തന്നെ ഈ ഒരു L വരയ്ക്കുക. ഇനി നമുക്ക് 2ന് പോസിബിൾ ആണോ നോക്കണം. 2ന് പോസിബിൾ ആണോ നോക്കി, 2 വെച്ചിട്ട് പറ്റുമല്ലോ. 6 ഇൻറ്റു 2 നമുക്ക് എല്ലാവർക്കും അറിയാം. 2ന് പോസിബിൾ ആണ്, ഇത് തന്നെ ഡിവൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് ഡിവിസിബിലിറ്റി റൂൾ അറിയാം. 12, 18, 24 ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഡിജിറ്റ് എന്താ, 2ഉം 8ഉം 4ഉം. വൺസ് പ്ലേസിൽ 2ഉം 8ഉം 4ഉം അതേപോലെ 0ഉം 6ഉം ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് 2ന് ഡിവിസിബിൾ ആവും. നമ്മൾ ഡിവിസിബിലിറ്റി റൂളിൽ പഠിച്ചിട്ടില്ലേ. സോ അത് വെച്ചിട്ട് നിങ്ങൾ നോക്ക്. 12, 18, 24 പറ്റും. 6, 2, 12. അതേപോലെ 18 വരുമ്പോൾ നമുക്ക് എന്ത് വരും, 9 ഇൻറ്റു 2 ആണ് 18. നമുക്ക് 24ഓ, 12 ഇൻറ്റു 2 ആണ് 24. അടുത്ത് ചെയ്യുക. ഇവിടെ നമുക്ക് 2 വെച്ചിട്ട് ചെയ്യാൻ പറ്റും, കാരണം 2 ആൾക്കാരെയും 2 വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 വെച്ച് തന്നെ 2 വെച്ച് പോസിബിൾ ആണെങ്കിൽ അത് ചെയ്തതിന് ശേഷം നമുക്ക് പോകും. അതാണ് ഏറ്റവും എളുപ്പം കേട്ടോ. അപ്പോൾ നോക്കിക്കേ, 3 2s are 6 എന്ന് കിട്ടി. 9 പറ്റില്ല, അങ്ങനെ തന്നെ എഴുതി 6 ഇൻറ്റു 2 12 എന്ന് എഴുതി. നമുക്ക് വേണമെങ്കിൽ 3 വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ 2 വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്യാം. അപ്പം നമുക്ക് 3നെ 9നെ അങ്ങനെ തന്നെ എഴുതി. ഇവിടെ എന്തായി, 3 ആയി. ഇനി നമുക്ക് ഇതിനെ 3 വെച്ചിട്ട് ചെയ്യാം. അപ്പം നോക്കിക്കേ, 1 3 1 ഇങ്ങനെ വന്ന് നമുക്ക് നിർത്താം. ഓക്കെ, ഇനി നമ്മൾ LCM കാണാൻ വരുമ്പോൾ LCM എങ്ങനെ എഴുതും, LCM ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ആ. നോക്കിയേ, 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 2 8, 8 ഇൻറ്റു 3 24, 24 ഇൻറ്റു 3 72. എത്രയും നമുക്ക് കിട്ടും,
72. LCM എത്രയാ അപ്പോൾ വരുന്നത്? 72. 2 × 2 4, 4 × 2 8, 8 × 3 24, 24 × 3 72. നമുക്ക് LCM എന്ന് പറയുന്നത് 72 എന്ന് കിട്ടി. നോക്കിക്കേ, 12, 6 × 2 12, 9 × 2 18, 12 × 2 24, എല്ലാം 2ന് പോകും. അപ്പൊ അടുത്തത് 2 വെച്ച് നമുക്ക് പറ്റും. 3 2 6, 9 പറ്റത്തില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതി. 6 2 12. ഇവിടെ നോക്കിക്കേ, 2 വെച്ച് 3 പോവില്ല, 3 അങ്ങനെ തന്നെ എഴുതി. 9 അങ്ങനെ തന്നെ എഴുതി. 6 പോകും അല്ലേ? 3 × 2 ആണ് 6. സോ നമ്മൾ 3 എഴുതി. ഇനി നമ്മൾ 3 വെച്ചിട്ട് ചെയ്തു. ഇനി നമുക്ക് 2 വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അവിടെ. അപ്പൊ നമ്മൾ 3 വെച്ചിട്ട് ചെയ്തപ്പോൾ നമുക്ക് 131 എന്ന് കിട്ടി. സോ LCM വരുമ്പോൾ 2 × 2 ദേ ഈ 2 × ദേ ഇവിടുത്തെ 2 × 2 × 3. ഇവിടെ വെച്ച് നിർത്തരുത്, ഈ അടിയിലത്തെ ആൾക്കാരും കൂടെ ഉള്ളതാ. × 1 × 3 × 1. 1 നമുക്ക് കൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. 2 × 2 × 2 × 3 × 3 നമ്മൾ ചെയ്താലേ നമുക്ക് കറക്റ്റ് ഈ ആൻസർ കിട്ടത്തുള്ളൂ. ഓക്കെ, ലാസ്റ്റ് ഒരു ഹോംവർക്ക് ഉണ്ടാവും. അപ്പൊ എല്ലാവരും അത് ചെയ്ത് കമന്റ് ചെയ്തോണം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഫൈൻഡ് ദ LCM ഓഫ് 30, 40 ആൻഡ് 60. 30, 40 ആൻഡ് 60യുടെ LCM നമുക്കൊന്ന് നോക്കാം. 30, 40 ആൻഡ് 60 നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും? 2 വെച്ചിട്ട് ചെയ്യാൻ പറ്റും അല്ലേ? 15, 20, 30. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കിക്കേ, ഇനി നമുക്ക് എന്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും? 2 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. 15 അങ്ങനെ തന്നെ എഴുതുക, 10 എഴുതുക, ഇവിടെ 15 എഴുതുക. ഇനി നമുക്ക് വേണമെങ്കിൽ 3 വെച്ചിട്ട് ചെയ്യാമല്ലോ. പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് തന്നെ നോക്കൂട്ടോ. 2 3 5 7 ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്ത് പോവാം. ആദ്യം നോക്കിക്കേ, 5 × 3 15 വരും. 10 അങ്ങനെ തന്നെ എഴുതി. ഇവിടെ എന്ത് എഴുതി? 5 എഴുതി. ഇനി നമുക്ക് 5 വെച്ചിട്ട് ചെയ്യാം. നോക്കിക്കേ, 5 വരുമ്പം 1 വരും, 5 വരും, 1 വരും. ഇനി നമുക്ക് ഇതിന്റെ LCM കാണണം. LCM is equal to 2 × 2 × 3 × 5 × 5 ആണ്. നോക്കിയേ, 2 × 2 4, 4 × 3 12, 12 × 5 നമുക്ക് എത്രയാ വരിക? 60 വരും. 60 × 5 ചെയ്യണ്ടേ? എത്ര വരും നമുക്ക്? 300 എന്ന് LCM വരും. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, ഫൈൻഡ് ദ LCM ഓഫ് 114 ആൻഡ് 95. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നത്. 114 എഴുതി, 95 എഴുതി. നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഏത് വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കണം. 2 വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? 114നെ പറ്റുമോ അല്ലേ? 95 പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 വെച്ചിട്ട് ചെയ്യാം. നോക്കിയേ, 114 വരുമ്പോൾ എത്ര വരും? അറിയില്ലാത്തവർ ഡിവൈഡ് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. 114 ഡിവൈഡ് ബൈ 2 എത്ര വരിക? 5 2s are 10. നമുക്ക് 1 വരും, 14. 7 2s are 14. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഇതെല്ലാം പഠിക്കുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം എന്തിൽ വരണേ? ഈ സ്റ്റെപ്പ് എഴുതി ഇങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അത് ആ ഐഡിയ മനസ്സിൽ തെളിഞ്ഞു വരുമോ? നിങ്ങൾ ചെയ്യും, പെട്ടെന്ന് സ്പീഡിൽ ചെയ്യൂ കേട്ടോ. നോക്കിക്കേ, ഇവിടെ 57 എന്ന് വന്നു, ഇവിടെ 95 എന്ന് വന്നു. ഇനി നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ പറ്റും? ഇവിടെ 57ഉം ഇവിടെ 95ഉം. ഏത് വെച്ച് ചെയ്താൽ നമുക്ക് കറക്റ്റ് വരും? ഒന്ന് ആലോചിച്ച് നോക്കി, ഏത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും? 3 വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലേ? 57 ഡിവൈഡഡ് ബൈ 3 എത്രയാ വരുന്നേ? 1 3 2 27. 9 3s are എന്തെന്നാ പറയുന്നേ? 27. അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് കിട്ടി? 19 എന്ന് കിട്ടി. 95ന് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. എന്തെന്ന് എഴുതണം? 95 എന്ന് തിരിച്ചെഴുതും. ഇനി നമുക്ക് എല്ലാം ഡൗട്ടാണ് ഏത് വെച്ച് ചെയ്യണമെന്നല്ലേ. ഈ 19 വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ? 19 വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. 19 വേറെ ഒന്നിലും വരുന്നില്ല. നമ്മൾ ഡിവിസിബിലിറ്റി റൂൾ നോക്കണം. 9 + 1 10 വരുന്നത്. 3 4 5 ഉണ്ട് ഒന്നും. ഇവിടെ മാത്രം എന്താണ്? 95ന് നമുക്ക് 5 വെച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടല്ലേ. അപ്പൊ നോക്കിക്കേ, 19 വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കിക്കേ. 1 വരും. ഈ 95 അല്ലെങ്കിൽ 19 × 5 ആണ് എന്ത് വരുന്നത്?
95. 19 ഇൻറ്റു 5 ആണ് 95 എന്ന് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്തെന്ന് എഴുതാൻ പറ്റും? ഇവിടെ 1 വന്നാൽ ഇവിടെ 5 വരും. വേണമെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഇവിടെ എൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടേ? ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, 557/95, 57ഉം 95ഉം ഇതിനെ നമുക്ക് എന്ത് ചെയ്തു? 3 വെച്ചിട്ട് ചെയ്തപ്പോഴാണ് 19ഉം അതേപോലെ 95ഉം കിട്ടി. ഇനി ഇതിനെ നേരെ ചെയ്തേ, 5 വെച്ച് ചെയ്താൽ 19 അങ്ങനെ തന്നെ വരും. ഇവിടെയും 19 എന്ന് വരും അല്ലേ? 19 ഇൻറ്റു 5 ആണ് 95. അതിന് നമുക്ക് വീണ്ടും 19 ചെയ്താൽ 11 എന്ന് കിട്ടും. എല്ലാം സെയിം തന്നെ വരുന്നത്. 2 ഇൻറ്റു 3 ഇൻറ്റു 19 ഇൻറ്റു 5 എല്ലാം സെയിം ആണ്. നോക്കിയേ, 2 ഇൻറ്റു 3 ഇൻറ്റു 19 ഇൻറ്റു 5 എല്ലാം സെയിം ആണ്. 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 5 എത്രയാണ് വരുന്നത്? 30. 30 ഇൻറ്റു 90. നമുക്ക് LCM എന്ന് പറയുന്നത് 570 എന്ന് കിട്ടും. LCM ഈസ് ഈക്വൽ ടു 570 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ ആയില്ലേ? CC+ൽ നവോദയ 2025 ബാച്ച് റണ്ണിങ് ആണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ലൊരു കോച്ചിങ് എടുക്കണം അല്ലേ? അപ്പം നമ്മളിവിടെ കൊടുക്കുന്നതിന് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് എന്താ? നമുക്കൊരു ഫ്രീ ഡെമോ ക്ലാസ് ഉണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾക്കൊന്ന് ഒരു ഡെമോ ക്ലാസ് കാണണം എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീ ഡെമോ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളൊരു എക്സാം ഇട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഒരു കുട്ടിക്ക് ഉണ്ട് എങ്കിൽ ഒരു സാർ അവിടെ ഉണ്ടാവും നിങ്ങൾക്ക് അത് ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതേപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഓൺ ദ സ്പോട്ട് ചോദിക്കുക. ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തയക്കുക, സാർ ഇതിൻ്റെ ആൻസർ കിട്ടുന്നില്ല എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവരത് ചെയ്ത് അതിൻ്റെ വോയിസ് നിങ്ങൾക്ക് അറിയാം പറഞ്ഞ് എങ്ങനെയാണെന്ന് ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് വോയിസ് അയച്ചു തരും. നിങ്ങൾ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ആ മെത്തേഡ് എങ്ങനെയാണ് വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ ഓൺ ദ സ്പോട്ട് പറഞ്ഞു തരും. എന്ത് ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരാളുണ്ടാവും. അതേപോലെയാണ് സിലബസ് ബേസ്ഡ് ക്ലാസ്. നമുക്കിപ്പം ഈ ഒരു 5th സ്റ്റാൻഡേർഡ് എടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് പഠിക്കാൻ അല്ലേ? അതെല്ലാം ഒന്നും നമുക്ക് നവോദയയിലേക്ക് വേണ്ട. എന്താ പറയുക, അതിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് കുറച്ച് നവോദയ സിലബസും കൂടിയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് ആയിരിക്കും. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സും ഉണ്ടാവും, അതേപോലെ ലൈവ് ക്ലാസ്സും ഉണ്ടാവും. ഈ ലൈവ് ക്ലാസ് ഒരു ദിവസം നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡഡ് ക്ലാസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ആ ലൈവിൻ്റെ റെക്കോർഡ് ക്ലാസ് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്ത് കാണാൻ പറ്റും. ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് എക്സാമിൻ്റെ തലേദിവസം വരെ കാണാൻ പറ്റും, അവിടെ ഉണ്ടാവും. ഓക്കെ, അതേപോലെ നമ്മൾ സ്റ്റഡി മെറ്റീരിയലും മോക്ക് എക്സാമും നമ്മളെ എല്ലാ വീക്കിലും അസസ്മെൻറ്റ് നടത്തും. ആ ഒരു ആഴ്ചകളിൽ എന്തൊക്കെ നിങ്ങൾ പഠിച്ചു, അത് പഠിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അസസ്മെൻറ്റ് നടത്തും. ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതേപോലെ നമ്മൾ മോക്ക് എക്സാം വലിയതായിട്ട് രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും കൂടെ ആഡ് ചെയ്തിട്ടും നമ്മൾ എക്സാംസ് നടത്തും. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ നമ്മുടെ ബാച്ചിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, കൂടുതൽ എൻക്വയറിക്ക് 9496949929 വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദിക്കുക, അവരവിടെ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പം അതും കൂടി ഒന്ന് നോക്കിയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ഫൈൻഡ് ദ LCM ഓഫ് 9, 12, 16, 20. ഇതിൻ്റെ LCM കണ്ടെത്തുക. എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, 9, 12, 16, 20 4 ഉണ്ട്. നേരത്തേക്ക് 3 ഉണ്ടായിരുന്നു, ഇപ്പം 4 ഉണ്ട്. അപ്പം ഇതിൻ്റെ നിങ്ങൾ ഇതേപോലെ എന്ത് വെച്ചിട്ടാ 2, 3, 5, 7 തന്നെ വെച്ചിട്ട് എത്ര ആൻസർ വരുമെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോസ് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എല്ലാവർക്കും കാണാൻ പറ്റുന്ന LCM ഒക്കെ എല്ലാവരും പഠിക്കേണ്ടതാണ് 5ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സ്റ്റേ ട്യൂൺ.